വാർത്തകളിലേക്ക്. ചികിത്സ പൂർത്തിയായിട്ടും കുടുംബങ്ങൾ ഉപേക്ഷിച്ച 175 പേരാണ് സംസ്ഥാനത്തെ സർക്കാർ മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ കഴിയുന്നത്. അധികൃതർ പലതവണ ബന്ധപ്പെട്ടെങ്കിലും ഉറ്റവർ പോലും തിരിഞ്ഞു നോക്കാത്ത സാഹചര്യം. ഉപേക്ഷിക്കപ്പെടുന്നവരുടെ എണ്ണം കൂടുന്നത് പുനരധിവാസ പ്രവർത്തനങ്ങൾക്കും വെല്ലുവിളിയാവുകയാണ്. ആരോഗ്യം വീണ്ടെടുത്തിട്ടും പഴയ ജീവിതത്തിലേക്ക് മടങ്ങാൻ കൊതിക്കുന്നവർക്ക് മുന്നിൽ സ്വന്തം കുടുംബങ്ങൾ വാതിലുകൾ കൊട്ടിയടയ്ക്കുകയാണ്. റിപ്പോർട്ടുകൾ പ്രകാരം കേരളത്തിലെ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ചികിത്സ പൂർത്തിയാക്കി പൂർണ്ണ സുഖം നേടിയ 175 രോഗികളാണ് ഇന്ന് സ്വന്തം വീട്ടിലേക്ക് മടങ്ങാനാകാതെ നിരാശരായി കഴിയുന്നത്. കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലുള്ള 500-ലധികം ആളുകളിൽ 80 പേരും, തിരുവനന്തപുരം പേരൂർക്കട കേന്ദ്രത്തിൽ 600 രോഗികളിൽ 55 പേരും പൂർണ്ണ ആരോഗ്യം തിരിച്ചുപിടിച്ചു കഴിഞ്ഞു. തൃശൂർ ആറനാട്ടുകര കേന്ദ്രത്തിൽ 40 പേരാണ് വീട്ടിലേക്ക് മടങ്ങാനായി തയ്യാറായി നിൽക്കുന്നത്. എന്നാൽ ഇവരെ തിരികെ കൂട്ടിക്കൊണ്ടുപോകാൻ കുടുംബങ്ങൾ തയ്യാറാകുന്നില്ല. ഇതാണ് ക്രൂരമായ യാഥാർത്ഥ്യം. ഉദ്യോഗസ്ഥർ നിരന്തരം ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആരും തിരിഞ്ഞു നോക്കുന്നില്ല. സുഖം പ്രാപിച്ചവർക്കായി ആശുപത്രികളിൽ ദീർഘകാല താമസ സൗകര്യം ഒരുക്കുക എന്നത് നിലവിൽ കേന്ദ്രങ്ങളിൽ പ്രായോഗികമല്ല. ഡിസ്ട്രിക്ട് മെന്റൽ ഹെൽത്ത് പ്രോഗ്രാമിന്റെ ഭാഗമായി ജില്ലകളിൽ പുനരധിവാസ കേന്ദ്രങ്ങൾ തുറന്നു. തൊഴിൽ പരിശീലനം നൽകി വരുന്നു. എങ്കിലും ഉപേക്ഷിക്കപ്പെട്ടവരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ്. ഇത് കേന്ദ്രങ്ങളിൽ വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത്. നിലവിലുള്ള സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ രോഗികളെ പരിപാലിക്കാനുള്ള സൗകര്യമില്ലാത്തതുമൂലം നിരവധി രോഗികളാണ് ദുരിതം നേരിടുന്നത്. കഴിഞ്ഞ മാസം ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനും ബസന്ത് ബാലാജിയും തിരുവനന്തപുരം പേരൂർക്കടയിലുള്ള മാനസികാരോഗ്യ കേന്ദ്രം സന്ദർശിച്ചു. കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങൾ, വൃത്തിഹീനമായ അന്തരീക്ഷം, സ്റ്റാഫുകളുടെ നേരിയ കുറവ്, രോഗികൾ കൂടുന്നത് കാരണം ഉണ്ടാകുന്ന അന്തരീക്ഷം എന്നിവയാണ് അവിടുത്തെ ആരോഗ്യ കേന്ദ്രം നേരിടുന്ന നിരവധി പ്രശ്നങ്ങളായി ചൂണ്ടിക്കാണിച്ചത്. ഇത് നടപ്പിലാക്കാനായി സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഇതുവരെ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല. ന്യൂസ് ഡെസ്ക്, ജനം.